നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കന്യാകുമാരിയിൽ മോദി ധ്യാനത്തിൽ ഏകാന്ത ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. പുലർച്ചെ വിവേകാനന്ദ പാറയിൽ സൂര്യ നമസ്കാരം. കർണാടക സർക്കാരിനെ തകർക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നെന്ന DK ശിവകുമാറിന്റെ ആരോപണം വിവാദത്തിൽ. ശത്രുഭൈരവി യാഗത്തെക്കുറിച്ച് വിവരം ലഭിച്ചെന്ന് ശിവകുമാർ. മാടായിക്കാവിലെ പൂജാരികളുടെ വീടുകളിൽ പരിശോധന നടത്തി പോലീസ്. ആരോപണം തള്ളി ക്ഷേത്രം ഭാരവാഹികൾ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ഷോൺ ജോർജിന്റെ ആരോപണം തള്ളി CPM. വസ്തുതകൾ മനസ്സിലാകാതെ വേട്ടയാടുകയാണെന്ന് MV ഗോവിന്ദൻ. ഒരു ബന്ധവുമില്ലാത്ത കമ്പനികളെ ചേർത്താണ് ആരോപണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ എല്ലാ പ്രതികൾക്കും ഉപാധികളോടെ ജാമ്യം. CBI എതിർപ്പ് തള്ളി കോടതി. ആശങ്കയെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം. പീരുമേട് തെരഞ്ഞെടുപ്പ് റദ്ദാക്കില്ല. ഹർജി തള്ളി ഹൈക്കോടതി. വാഴൂർ സോമന് MLA ആയി തുടരാൻ തടസ്സമില്ല. അപ്പീൽ നൽകുമെന്ന് എതിർ സ്ഥാനാർത്ഥി സിറിയക് തോമസ്. കുർബാന തർക്കത്തിൽ വിമതപക്ഷത്തിന് വീണ്ടും തിരിച്ചടി. റിവ്യൂ പെറ്റീഷൻ ഹർജി തള്ളി. മാർപ്പാപ്പയും സിറോ മലബാർ സഭയും അംഗീകരിച്ച കുർബാനയെ പാടുള്ളൂവെന്ന് കോടതി. കർണാടകത്തിലെ ലൈംഗിക പീഡന കേസിൽ പ്രജ്വൽ രേവണ്ണയെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. അറസ്റ്റ് ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ വിമാനത്താവളത്തിൽ. പ്രജ്വൽ നാട്ടിലെത്തിയത് 34 ദിവസത്തെ ഒളിവിന് ശേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുത്ത് 57 മണ്ഡലങ്ങളിൽ. UPയിലെ വാരണാസി അടക്കം 13 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിൽ. ബിസിനസ് വഞ്ചന കേസിൽ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരൻ. ശിക്ഷ ജൂലൈ 11 വിധിക്കും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തടസ്സമില്ല. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ. സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേയിടത്താണ് മോദിയും ധ്യാനിക്കുന്നത്. നാളെ ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ഇന്നലെ വൈകിട്ടാണ് മോദി കന്യാകുമാരിയിൽ എത്തിയത്. VV അരുൺ വിവരങ്ങളുമായി കന്യാകുമാരിയിൽ നിന്ന് ചേരുകയാണ്. അരുൺ, പ്രധാനമന്ത്രിയുടെ ധ്യാനം തുടരുകയാണ്. അതേസമയം രാജ്യം ഈ ധ്യാനത്തിന് പിന്നിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു, അല്ലേ? അരുൺ, കേൾക്കുന്നുണ്ടോ? അരുണിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ധ്യാനം അത് തുടരുന്നു. രാജ്യം അതിന് പിന്നിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു, അല്ലേ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടരുന്നു. നാളെ വൈകിട്ട് 3 മണി വരെയാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ധ്യാനം നടത്തുക. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി അദ്ദേഹം വിവേകാനന്ദ പാറയിലെത്തിയത്. ഇന്ന് രാവിലെ അദ്ദേഹം നരേന്ദ്രമോദി സൂര്യോദയം കണ്ടു, സൂര്യ പൂജ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ധ്യാനം തുടരുകയാണ്. നാളെ അവസാനഘട്ട തെരഞ്ഞെടുപ്പാണ്. രാജ്യത്ത് മോദി മത്സരിക്കുന്ന വാരണാസിയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ സാഹചര്യത്തിൽ മോദിയുടെ ഈ സന്ദർശനം രാഷ്ട്രീയമെന്ന വിമർശനമാണ് BJP ഇതര കക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും മറ്റു പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ മുന്നണിയും ആരോപിക്കുന്ന അത്തരത്തിലൊരു രാഷ്ട്രീയവുമില്ല. മോദി സാധാരണ ചെയ്യും പോലെ ആത്മീയ കാര്യങ്ങളിലേക്ക് പോയതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന നിലപാടിലാണ് BJP കേന്ദ്രങ്ങൾ. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഗാന്ധി അറിയില്ലെന്ന് പറഞ്ഞ മോദിയുടേത് ഗാന്ധി വധത്തിന് സമാനമായ നടപടിയെന്ന് MV ഗോവിന്ദൻ. മോദി ബോധമില്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് രാജ്യത്തിന് നാണക്കേടെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഗാന്ധിജി അറിയപ്പെട്ടത്
ഗാന്ധി സിനിമയിലൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലവരെയുണ്ടായി. ഇതിനപ്പുറം ഒരു അപവാദം ഗാന്ധിജിക്ക് നേരെ വരാനില്ല. ഗാന്ധി വധത്തേക്കാൾ വലിയ വധമാണ് യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവനയിലൂടെ വന്നത്. പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരാൾ ബോധമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് രാജ്യത്തിന് അപമാനകരമായ സ്ഥിതിയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. 2 ജില്ലകളിൽ ശക്തമായ മഴയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ചു. ഇടുക്കിയിലെ കരിപ്പിലങ്ങാടും നാടുകാണിയിലും മണ്ണിടിച്ചിലുണ്ടായി. നാടുകാണിയിൽ കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അശോക ജംഗ്ഷൻ മുതൽ ചെറുതോണി വരെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സാഗർ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. സാഗർ, അതിശക്തമായ മഴയാണ് ഇടുക്കിയിൽ. വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി അറിയുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ 4 മണിക്കൂറോളമായി തൊടുപുഴ മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരല്പം മുമ്പാണ് മഴയ്ക്ക് നേരിയ ഒരു ശമനം ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴ പലയിടത്തും മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരിതം വിതച്ചിട്ടുണ്ട്. മഴ ആരംഭിച്ചപ്പോൾ തന്നെ ജില്ലയിൽ പലയിടത്തും ഗുരുതരമായ പ്രശ്നം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പെയ്ത ശക്തമായ മഴ ഹൈറേഞ്ച് മേഖലകളിലേക്കും വ്യാപകമായി നാശം വിതച്ചിട്ടുണ്ട്. തൊടുപുഴയ്ക്കടുത്ത് കരിപ്പിലങ്ങാട് മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. അതുപോലെ തന്നെ പുളിയൻമല സംസ്ഥാന പാതയിലും മണ്ണിടിഞ്ഞു വീണു. ഒരു കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞെങ്കിലും കാറിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഒരു വീടിന് മുകളിലേക്കും മണ്ണിടിഞ്ഞു വീണിരുന്നു. മറ്റൊരു കാര്യം, ഇവിടെ പന്നിമറ്റം വടക്കനാർ കരകവിഞ്ഞ് ഒഴുകുകയാണ്. മൂലമറ്റം താഴ്വാരം കോളനിയിൽ അടക്കം വ്യാപകമായി വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് ഈ മൂലമറ്റം താഴ്വാരം കോളനിയിൽ വെള്ളം കയറി വ്യാപകമായ ഒരു നാശനഷ്ടം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്നും ഈ ഒരു പ്രദേശത്തുകാർ പോകുന്നത്. ഇവിടെ പല വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ലോ റേഞ്ചിൽ 2 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്നു കഴിഞ്ഞു. പന്നിമറ്റം സെന്റ് ജോസഫ് LP സ്കൂൾ, വെള്ളിയാമറ്റം ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. ഇവിടേക്ക് നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൂച്ചപ്ര ഭാഗത്ത് നേരിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട്. ഒട്ടേറെ സ്ഥലം ഒലിച്ചുപോയതായും പ്രദേശവാസികൾ പറയുന്നു. മൂലമറ്റം മണപ്പാടി ചപ്പാത്ത് കരകവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. അതുപോലെ ജില്ലയിൽ വ്യാപകമായ ഒരു നാശമാണ് ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പെയ്യുന്ന മഴയിൽ ഉണ്ടായിരിക്കുന്നത്. പുളിയൻമല സംസ്ഥാന പാത അടച്ചു. രാത്രിയാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കനത്ത നീരൊഴുക്കിനെ തുടർന്ന് മലങ്കര ഡാമിലെ 4 ഷട്ടറുകൾ 1 മീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. ഇതുമൂലം തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാത്രിയിൽ തൊടുപുഴയ്ക്കടുത്ത് ഉടുമ്പന്നൂർ ഭാഗത്ത് ശക്തമായ മഴ പെയ്യുവാൻ സാധ്യതയുള്ളതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾ കനത്ത ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 57 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ശേഷിക്കുന്നത്. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള 13 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ സീറ്റുകളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. നടി കങ്കണ റണാവത്ത്, കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, അഭിഷേക് ബാനർജി, ലാലു പ്രസാദിന്റെ മകൾ നിസ ഭാരതി തുടങ്ങിയവരും ജനവിധി തേടുന്നുണ്ട്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചതിന് പിന്നാലെയാണ് അമിത്ഷായുടെ സന്ദർശനം. ഭാര്യ സോനൽ ഷായും അമിത്ഷായ്ക്കൊപ്പമുണ്ടായിരുന്നു. ദർശനത്തിന് ശേഷം അരമണിക്കൂർ ക്ഷേത്രത്തിൽ ചെലവഴിച്ചാണ് അമിത്ഷാ മടങ്ങിയത്. കർണാടക സർക്കാരിനെ പുറത്താക്കാൻ രാഷ്ട്രീയ എതിരാളികൾ കേരളത്തിൽ മൃഗബലി നടത്തിയെന്ന DK ശിവകുമാറിന്റെ ആരോപണത്തിൽ രാഷ്ട്രീയ വിവാദം. ശത്രു സംഹാര പൂജയുടെ ഭാഗമായി കണ്ണൂർ തളിപ്പറമ്പിലുള്ള ഒരു കേന്ദ്രത്തിൽ നിരവധി മൃഗങ്ങളെ അടക്കം ബലി അർപ്പിച്ചുവെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായ DK ശിവകുമാർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. സംഭവം വാർത്തയായതോടെ തളിപ്പറമ്പ് മാടായിക്കാവിലെ പൂജാരിമാരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി. മൃഗബലി നടന്നെന്ന ആക്ഷേപം നിഷേധിച്ച് ദേവസ്വം മന്ത്രിയും രംഗത്തെത്തി. ഇന്നലെ ബംഗളൂരുവിൽ DK ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞതിങ്ങനെ: ನೋಡಪ್ಪ, ಕೇರಳಲ್ಲಿ ಒಂದು ದೊಡ್ಡ ನನ್ನ ಮೇಲೆ ಪ್ರಯೋಗ ನಡೀತಾ ಇದೆ. ನನ್ನ ಮೇಲೆ ನಮ್ಮ ಸರ್ಕಾರದ ಮೇಲೆ ಇದೆಲ್ಲ ಬರ್ಕೊತಾರೆ. ಯಾವುದು ಪೂಜೆ ನಡೀತಾ ಇದೆ, ನಮ್ಮ ಹೆಸರಿಟ್ಟೆ ಮಾಡಿಸ್ತಾವ್ರೆ.
ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ കൊടുത്തിದ್ದಾರೆ. കണ്ണൂർ ജില്ലയിലെ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തായ ഒരിടത്ത് തന്നെയും സർക്കാരിനെയും താഴെയിറക്കാൻ ശത്രു സംഹാര പൂജ നടത്തി. നിരവധി ആടുകൾ, പന്നികൾ, കോഴികൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി മൃഗബലി നടത്തി. ഹീനമായ ഏത് മാർഗവും രാഷ്ട്രീയ എതിരാളികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും തന്നെയോ സർക്കാരിനെയോ ഇത് ഏശില്ലെന്നാണ് ശിവകുമാർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കർണാടകയിൽ DK ശിവകുമാർ ഉന്നയിച്ച ഈ ആരോപണത്തിന് ഇരട്ട പ്രഹരശേഷിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ താഴെ വീഴുമെന്ന് BJP നേതാക്കൾ പറഞ്ഞതിന് പിന്നാലെയാണ് DKSന്റെ ഈ നീക്കം. മുൻ മുഖ്യമന്ത്രിയും JDS നേതാവുമായ കുമാരസ്വാമി കേരളത്തിലെത്തിയപ്പോഴാണ് DK ശിവകുമാർ ഈ പ്രസ്താവന നടത്തിയത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കർണാടകയിലെ BJP JDS നേതാക്കളായ നിരവധി പേർ കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്താറുണ്ട് എന്നതും ആരോപണത്തിന് കൂടുതൽ ശക്തി പകർന്നു. എന്നാൽ രാജരാജേശ്വര ക്ഷേത്രത്തിലോ പരിസരങ്ങളിലോ ഇത്തരം പൂജകളൊന്നും നടന്നിട്ടില്ലെന്ന് ക്ഷേത്രം അധികൃതർ വ്യക്തമാക്കി. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ പ്രസ്താവനകൾ ശരിക്കും സത്യവിരുദ്ധ, വാസ്തവവിരുദ്ധ. അത് 100% അങ്ങനെ ഒരു യാഗം ഇവിടെ നടക്കാറില്ല. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമോ അല്ലെങ്കിൽ അതിന് പരിസരത്തോ ഇങ്ങനെ ഒരു മൃഗബലിയോ അല്ലെങ്കിൽ ശത്രു സംഹാര പൂജയോ നടന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തളിപ്പറമ്പ് അമ്പലത്തിൽ അങ്ങനെ ഒരു പൂജ ഉണ്ടാവാറില്ല. ഇവിടെ അങ്ങനെ ഒരു പൂജ ഇല്ല, ഒരു മൃഗബലിയും നടന്നിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ട് കിട്ടിയത്. അന്നേരം നമ്മൾ കൃത്യമായി എല്ലാം അന്വേഷിച്ചു. അത് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. അത് ദേവസ്വം ശക്തിമായി അതിൽ പ്രതിഷേധമുണ്ട്, ദേവസ്വത്തെ കൂടി അതിൽ വലിച്ചിഴച്ചത്. അതുകൊണ്ട് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ദേവഗൗഡ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇവിടെ വന്നതായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഇപ്പം വന്നിട്ടില്ല. വിവാദമുയർന്നതോടെ പോലീസ് മാടായിക്കാവ് ക്ഷേത്ര പൂജാരികളുടെ വീട്ടിൽ പരിശോധന നടത്തി. മാടായിക്കാവിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ആചാരം നിലനിന്നിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. എന്നാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെന്ന് പിന്നീട് പോലീസ് വ്യക്തമാക്കി. സംസ്ഥാന ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ ശിവകുമാറിന്റെ പ്രസ്താവന തള്ളി. കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നും ഇത്തരം ആചാരങ്ങൾ നിലവിലില്ലെന്ന് മന്ത്രി ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. വിവാദമുണ്ടാക്കുന്നതിനപ്പുറം ശിവകുമാറിന്റെ പ്രസ്താവനയിൽ വസ്തുതയില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അതേസമയം DK ശിവകുമാറിന്റേത് വർഗീയ പരാമർശമെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ഭ്രാന്തമായ പരാമർശമെന്നും വിമർശിച്ചു. ശിവകുമാർ പറഞ്ഞ ഇതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് വേറെ എന്ത് പദം ഉപയോഗിക്കുക? പറഞ്ഞോ, പറയണോ? ആ പദം ഞാൻ ഉപയോഗിച്ചോളൂ, എനിക്കെന്ത് വിഷമം? ഭ്രാന്ത് എന്നല്ലാതെ എന്ത് പദമാണ് ഉപയോഗിക്കുക? പൗരാണികമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം തന്നെ പെരിഞ്ചല്ലൂർ എന്ന ഒരു പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത്. പെരിഞ്ചല്ലൂർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗ്രാമങ്ങളായിരുന്നു. ആ രീതിയിൽ കടന്നു വന്ന ആര്യന്മാരുടെ കടന്നു വരുന്ന പ്രവേശന കേന്ദ്രമായിരുന്നു ഈ തളിപ്പറമ്പ്. അവിടെയാണ് പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്ര ആചാരങ്ങളൊന്നും ഈ ശിവകുമാർ പറയുന്ന രീതിയിലുള്ളതല്ല. ലൈംഗിക പീഡന കേസ് പ്രതിയായ JDS MPയും ഹസാനിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയെ വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വിട്ടു. പ്രത്യേക അന്വേഷണ സംഘം 7 ദിവസം ചോദ്യം ചെയ്യും. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രജ്വലിന്റെ അമ്മ ഭവാനി രേവണ്ണയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രജ്വലിന്റെ അച്ഛൻ രേവണ്ണയ്ക്ക് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവിൽ പിഴവുണ്ടെന്ന് കർണാടക ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. ഉപാധികളോടെയാണ് ജസ്റ്റിസ് ഡയസ് ജാമ്യം അനുവദിച്ചത്. സിദ്ധാർത്ഥന്റെ മാതാവ് ഷീബ ജാമ്യാപേക്ഷയെ എതിർത്തു. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത്, വിചാരണ പൂർത്തിയാക്കുന്നതുവരെ സംസ്ഥാനം വിടരുത്, പ്രതികളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ കസ്റ്റഡി തുടർന്ന് ആവശ്യമില്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഹർജിക്കാരുടെ വാദം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിൽ വൈകാരികമായി പ്രതികരിച്ച് പിതാവ് ജയപ്രകാശ്.
ചെന്നായ്ക്കളെ തുറന്നുവിട്ട കോടതി വിധി വേദനയുണ്ടാക്കുന്നതാണെന്ന് പിതാവ് പറഞ്ഞു. തെളിവുകൾ ഇല്ലാതാക്കാൻ പ്രതികൾ ശ്രമിക്കുമെന്ന ആശങ്കയുണ്ട്. CBI കേസ് ഏറ്റെടുക്കും മുൻപ് ആഭ്യന്തര വകുപ്പ് കേസിൽ ഒരു ആത്മാർത്ഥതയും കാണിച്ചില്ലെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിരാശമാണ്. കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഒരിക്കലും ഈ പ്രതികൾക്ക് ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്ത ഈ പ്രതികൾക്ക് ഒരിക്കലും ജാമ്യം കിട്ടാൻ പാടില്ല. പിന്നെ ബഹുമാനപ്പെട്ട കോടതിക്ക് നമ്മൾ പറയും പോലെ അല്ലല്ലോ, അവിടെ തെളിവുകൾ വേണമായിരിക്കും, സാക്ഷികൾ വേണമായിരിക്കും, സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് വേണമായിരിക്കും. അതിനെക്കുറിച്ച് നിയമം എനിക്ക് കൂടുതൽ അറിയില്ല. നമ്മളെ വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നിരാശയാണ് ഇങ്ങനെ ഒരു ജാമ്യം കൊടുത്തത്. പിന്നെ അത് പറയണ ഈ കേസ് CBIയുടെ കയ്യിലെത്തി. CBI ആണ് ഇതിനെ എതിർത്തത്, ശരിയാ. CBIയുടെ കയ്യിൽ എത്തിയപ്പോൾ തന്നെ ഈ കേസ് ഒന്ന് നശിപ്പിച്ച് ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാമോ ആ രീതിയിലെല്ലാം നശിപ്പിച്ചിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് CBIയുടെ കയ്യിൽ കൊടുത്തത്. പുറത്തിറങ്ങി വിട്ട് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും തെളിവ് നശിപ്പിക്കും, സാക്ഷികളെ സ്വാധീനിക്കും. അത് പിന്നെ ഈ ബഹുമാനപ്പെട്ട കോടതി നിയമത്തിൻ്റെ രീതിയിലായിരിക്കും ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുവിടാം. എന്തായാലും കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിരാശമാണ്, വളരെ വിഷമമാണ്. അതിനല്ലേ സിദ്ധാർത്ഥൻ്റെ മരണം അറിഞ്ഞപ്പോൾ ഉള്ളൊരു വിഷമമുണ്ടാകും നമുക്ക്. ശരിക്കും അതുപോലൊരു വിഷമോ ഈ ചെന്നായ്ക്കളെ തുറന്നു വിട്ടപ്പോഴും നമുക്ക് തോന്നുന്നു. വീണ വിജയനെതിരെ ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് MV ഗോവിന്ദൻ. എക്സാലോജിക് കൺസൾട്ടൻസി എന്ന വിദേശ കമ്പനിയുമായി വീണയ്ക്ക് ബന്ധമില്ല. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻ എന്നാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു തെളിവും കൊണ്ടുവരാൻ സാധിക്കാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് പുതുതായിട്ട് അവതരിച്ചത്. ഒരു കാര്യവും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന കാര്യമാണ് പറയാനുള്ളത്. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ആക്രമിച്ച കേസിൽ ഓഫീസർ കമാൻഡന്റ് ഒളിവിൽ. വിയൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഓഫീസർ കമാൻഡ് പ്രേമൻ ഒളിവിൽ പോയത്. പ്രേമന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായും സൂചനയുണ്ട്. ഈ മാസം 18, 22 തീയതികളിലാണ് പരാതിക്കിടയായ സംഭവമുണ്ടായത്. വൈകിട്ട് 6 മണിയോടെ ജോലി കഴിഞ്ഞ് രാമവർമ്മപുരത്തെ ഓഫീസിൽ നിന്നും മടങ്ങിയ വനിതാ ഹവീൽദാറെ കേരള പോലീസ് അക്കാദമി ഓഫീസ് കമാൻഡന്റ് പ്രേമൻ തിരികെ ഓഫീസിലേക്ക് വിളിച്ചു. ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി. പിന്നീട് ഈ വിവരം സഹപ്രവർത്തകരോട് പറയുകയായിരുന്നു. വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ ആഭ്യന്തര അന്വേഷണ സമിതി അന്വേഷണം നടത്തുകയും പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥരെതിരെ കടുത്ത നടപടി വേണമെന്നും അക്കാദമിയിൽ തുടരാനാകില്ലെന്നും മാനസികമായി ഏറെ പ്രയാസത്തിലാണെന്നും ഉദ്യോഗസ്ഥ ഡയറക്ടറെ നേരിട്ട് പരാതിയായി അറിയിക്കുകയായിരുന്നു. തുടർന്ന് അക്കാദമി ഡയറക്ടർ ADGP P. വിജയൻ പ്രേമനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷന് പുറമെ വകുപ്പ് തല നടപടികളും ഉണ്ടാകും. ഉദ്യോഗസ്ഥയുടെ പരാതി കൈമാറിയതനുസരിച്ച് വിയൂർ പോലീസ് പ്രേമനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം തുടങ്ങുകയും പരാതിക്കാരിയിൽ നിന്നും പരാതി രേഖാമൂലം വാങ്ങുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തെ തുടർന്ന് പ്രേമൻ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. അതിനിടെ പ്രതി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു എന്നൊരു സൂചന കൂടി പുറത്തുവരുന്നുണ്ട്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. M. സ്വരാജ് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് M. സ്വരാജിനെ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായി തെരഞ്ഞെടുത്തത്. അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. നിലവിൽ CPM സംസ്ഥാന സെക്രട്ടറി അംഗമായ പുത്തലത്ത് ദിനേശനാണ് ദേശാഭിമാനിയുടെ എഡിറ്റർ. നേരത്തെ VV പരമേശ്വരൻ, മാധ്യമപ്രവർത്തകൻ VV പരമേശ്വരനായിരുന്നു റെസിഡന്റ് എഡിറ്റർ. അദ്ദേഹം ഇന്ന് വിരമിക്കുന്നു. ആ ഒഴിവിലാണ് ഇപ്പോൾ M. സ്വരാജിനെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായി കൊണ്ടുവന്നത്. അതോടുകൂടി ദേശാഭിമാനിയുടെ പദ്ധതികളിലും CPMന്റെ മുതിർന്ന നേതാക്കളാണ്. നേരത്തെ P. രാജീവ് ഉൾപ്പെടെയുള്ള VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. M. സ്വരാജ് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം വന്നത്. അരുൺ, കേൾക്കുന്നുണ്ടോ? തുടർന്നോളൂ. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് കോവൂരിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസം മുട്ടി 2 പേർ മരിച്ചു. കൂരാച്ചുണ്ട് സ്വദേശി റിനീഷ്, കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത്. ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് സംഭവം. കുറച്ചു കാലമായി ഹോട്ടൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ദ്രവരൂപത്തിൽ 2 അടിയോളം മാലിന്യമുണ്ടായിരുന്നു. ഇത് വൃത്തിയാക്കാനാണ് തൊഴിലാളികൾ ഇറങ്ങിയത്. ആദ്യം ഇറങ്ങിയ ആൾ ബോധം കെട്ട് വീണതോടെ രണ്ടാമത്തെ ആളും ഇറങ്ങുകയായിരുന്നു. ഇയാളും ബോധം കെട്ട് വീണു.
തുടർന്ന് വെള്ളിമാടുകുന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് ഇവരെ പുറത്തെത്തിച്ചത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള ഇന്ത്യയുടെ ആദ്യ സന്നാഹ മത്സരം നാളെ. ബംഗ്ലാദേശിനെതിരെ രാത്രി 8 മണിക്കാണ് മത്സരം. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഇന്ത്യൻ താരങ്ങൾ പരിശീലനം നടത്തി. 3 മണിക്കൂറിലേറെയായിരുന്നു പരിശീലനം. അതേസമയം പരിശീലനത്തിലുള്ള സൗകര്യങ്ങളിൽ ഇന്ത്യൻ ടീം അതൃപ്തി അറിയിച്ചുവെന്നാണ് സൂചന. ഞായറാഴ്ചയാണ് ലോകകപ്പിന് തുടക്കമാവുന്നത്. ബുധനാഴ്ച അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6655 രൂപ, പവന് 53,240 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5540 രൂപ, പവന് 44,320 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോഗ്രാമിന് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.